വയനാട് കാനന കാഴ്ചകളുടെ കനക കിരീടം ചൂടുമ്പോഴും പ്രകൃതി ദുരന്തങ്ങളുടെയും വരൾച്ചയുടെയും വന്യജീവി ആക്രമണങ്ങളുടെയും പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇവിടുത്തെ കർഷകർക്ക് പറയാനുണ്ടായിരുന്നത്. വരൾച്ച കൊണ്ട് വേരറ്റുപോയ കൃഷിയുടെ ചരിത്രം തന്നെയായിരുന്നു മുള്ളംകൊല്ലി എന്ന ഗ്രാമത്തിൻ്റെതും. എന്നാൽ ബഹുവിള കൃഷിയുടെയും ഇടവിള കൃഷിയുടെയും അനന്ത സാധ്യതകൾ മനസ്സിലാക്കി മണ്ണിന്റെ മനസ്സറിഞ്ഞ് വിത്തുപാകി നൂറുമേനി വിജയം കൊയ്ത ഒരു കർഷകൻ ചരിത്രം തിരുത്തി എഴുതുകയാണ്. ഇത് റോയ് ആന്റണി എന്ന കർഷകന്റെ വിജയഗാഥ. പലപ്പോഴും വില തകർച്ച കൊണ്ട് പല കർഷകരും കൃഷി തന്നെ ഉപേക്ഷിക്കുന്ന കാലഘട്ടമുണ്ട്. അപ്പം അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരെണ്ണത്തിനെ മാത്രം ആശ്രയിക്കുന്ന കൃഷി രീതിയല്ല നമുക്കിനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എപ്പോഴും ഇടവിള കൃഷിയിലൂടെയാണ് നമ്മുടെ ചെലവുകൾ മീറ്റ് ചെയ്യാനുള്ള പണം നമ്മൾ കണ്ടെത്തേണ്ടത്. ഇടവിള കൃഷിയിൽ റബ്ബർ തോട്ടത്തിൽ പരീക്ഷിച്ച ഒരു പ്രത്യേക ഇനം കാപ്പി കൃഷി വലിയ വിജയമായതോടെ നാഷണൽ ഇന്നൊവേഷൻ ഫൗണ്ടേഷൻ റോയിയുടെ കൃഷിഭൂമി സന്ദർശിക്കുകയും കാപ്പിക്ക് ഒരു പേര് നിർദ്ദേശിക്കുകയും ചെയ്തു, റോയ്സ് സെലക്ഷൻ. അറബിക്ക ഇനത്തിന്റെ തന്നെ ഒരു വ്യത്യസ്തമായ ഇനമാണ് ഈ കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ അറബിക്ക മുഴുവൻ ഒരു 3-4 വർഷം കൊണ്ട് അതിന് ഡിസീസ് വന്ന് നശിച്ചു പോകും, ലീഫ് റസ്റ്റ് എന്ന് പറഞ്ഞൊരു അസുഖം. എന്നാൽ ഇതിന് അത്തരത്തിലുള്ളൊരു ഡിസീസ് ഇല്ലയെന്ന് മാത്രമല്ല, ഇപ്പോൾ ഏറെക്കുറെ ഒരു 14 വർഷത്തോളമായ നമ്മുടെ ഈ കാപ്പി ചെടികൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു മരുന്നോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യം തന്നെയില്ല. 30 മുതൽ 80% ഷെയ്ഡുള്ള സ്ഥലത്തേക്ക് നമുക്ക് ഉൽപ്പാദനം കിട്ടുന്നതാണ് ഈ റോയ്സ് സെലക്ഷൻ എന്ന ഈ കാപ്പിയുടെ പ്രത്യേകത. നമ്മുടെ കാപ്പിയുടെ ഒരു ബീൻ പഴുത്തതാണ്. ഇത് സാധാരണ കാപ്പിയേക്കാളും കുരുവിനേക്കാളും ഒരുപാട് വലിപ്പ വ്യത്യാസമുണ്ട്. ഇത് A സൈസ് ബീൻ എന്നാ പറയാം. ഏറ്റവും വലിപ്പം കൂടിയ ബീനുകളായിരിക്കും ഇതിൻ്റെ ഉള്ളിലത്തെ ബീനുകൾ വരുന്നത്. സാധാരണ കാപ്പിയേക്കാളും വിലയും ഒരുപാട് കൂടുതലായിട്ട് കിട്ടും. 1 ഏക്കറിൽ 1500 മുതൽ 1800 വരെ ഈ കാപ്പിച്ചെടികൾ നടാമെന്നിരിക്കെ കാപ്പിയിൽ നിന്നും മാത്രം വർഷത്തിൽ 2 ലക്ഷത്തിലധികം രൂപയുടെ സാമ്പത്തിക നേട്ടം കർഷകന് അധികമായി ലഭിക്കുന്നു എന്നത് വലിയ നേട്ടമാണ്. മറ്റ് കൃഷികൾ മാതളം ചെയ്തിട്ടുണ്ട്, ഓറഞ്ച് ചെയ്തിട്ടുണ്ട്, പപ്പായയുണ്ട്, പേരയ്ക്കയുണ്ട്, മുരിങ്ങ ചെയ്തിട്ടുണ്ട്, കാന്താരി ചെയ്തിട്ടുണ്ട്, മഞ്ഞൾ ചെയ്തിട്ടുണ്ട്, ചേമ്പ് ചെയ്തിട്ടുണ്ട്, കുരുമുളക് ചെയ്തിട്ടുണ്ട്. നെൽകൃഷി, തെങ്ങ്, കവുങ്ങ്, 4 തരം വാഴകൾ, കൊക്കോ, മാവ്, പ്ലാവ് എന്നിവയ്ക്കൊപ്പം റംബൂട്ടാൻ, അവക്കാഡോ, ഫുലാസാൻ, ലിച്ചി, പേര, ചാമ്പ, പാഷൻ ഫ്രൂട്ട്, പപ്പായ തുടങ്ങി ഫലവർഗ്ഗങ്ങളുടെ നീണ്ട നിരയാണ് ഇവിടെയുള്ളത്. ഇതിപ്പോൾ ഒരു കവുങ്ങിൻ്റെ തോട്ടമാണ്. കവുങ്ങ്